ഇന്ത്യ പൊരുതി പോരാടി നേടിയെടുത്തു കൊടുത്ത സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിദാരിദ്ര്യം നടമാടിയ ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. ഈ സമീപകാലത്താണ് ആ രാജ്യത്ത് ജനാധിപത്യം വീണ്ടും വേരുപിടിച്ചത്. ഇന്ത്യ ഗവൺമെൻറ്റിനെ എതിർക്കുന്ന ഒരു വിഭാഗം അഞ്ചാം പത്തികളും ആ രാജ്യത്തുണ്ടായിരുന്നു. അതിപ്പോൾ ഷെയ്ഖ് ഹസീനെ എതിർക്കുന്നവരാണ്. ഇവർ പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധം പുലർത്തണം എന്ന ആഗ്രഹമുള്ളവരാണ്. ഇസ്ലാമിക തീവ്രവാദികളുടെ പിന്തുണയും ഈ ഗ്രൂപ്പിന് തന്നെയായിരുന്നു. ഷെയ്ഖ് ഹസീനയെ സ്ഥാനഭ്രഷ്ടയാക്കുക എന്നുള്ളത് ഈ കുൽസിത ശക്തികളുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു. അതിൻ്റെ മുൻപന്തിയിൽ നിന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരായിരുന്നു. ഈ വിദ്യാർത്ഥികളെ മുൻനിർത്തിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം കലാപം ഉണ്ടാക്കിയത് ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ കലാപത്തിന് പിന്നിൽ നിന്ന് നേതൃത്വം കൊടുത്തത്. ഈ പട്ടിണിയിൽ നിന്നും സാമ്പത്തിക താഴ്ചയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടുത്തെ ഭരണകൂടം ഷെയ്ഖ് ഹസീനെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഈ ഷെയ്ഖ് ഹസീനെ വിട്ടുകിട്ടണം എന്നാണ് ബംഗ്ലാദേശ് സർക്കാർ വളരെ ശക്തമായി ആവശ്യപ്പെടുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ലെന്ന് അവർക്കറിയാം. ബംഗ്ലാദേശ് എത്ര മസിൽ പിടിച്ചാലും ഇന്ത്യ ഗവൺമെൻറ് പേടിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ എന്ന് വെച്ചാൽ വലിയ ഒരു ശക്തിയാണ്. പട്ടാള വിപ്ലവത്തിൻ്റെയും വർഗീയ കലാപങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും രക്തപങ്കിലമായ ഒരു ചരിത്രമാണ് നമ്മുടെ തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശിലുള്ളത്. 1947 വരെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ പ്രദേശം. പിന്നീട് അത് കിഴക്കൻ പാകിസ്ഥാനായി. കിഴക്കൻ പാകിസ്ഥാനായിരുന്ന കാലത്തും പട്ടാള വിപ്ലവങ്ങൾ അരങ്ങേറി, സാമുദായിക കലാപങ്ങളുണ്ടായി, കൂട്ടക്കൊലകൾ ഉണ്ടായി. 1971 അത് ആ രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അതേ തുടർന്ന് വീണ്ടും വലിയ കലാപങ്ങളുണ്ടായി. പട്ടാളക്കാർ വലിയ അതിക്രമങ്ങൾ നടത്തി. ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അങ്ങനെ ചോരയിൽ മുങ്ങിയ ആ സ്ഥലത്തേക്ക് ഇന്ത്യയുടെ പട്ടാളം മാർച്ച് ചെയ്തു. അങ്ങനെ ഇന്ത്യ പൊരുതി പോരാടി നേടിയെടുത്തു കൊടുത്ത സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് ബംഗബന്ധു മുജീബുർ റഹ്മാനായിരുന്നു. 1975 ഓഗസ്റ്റ് 15 അദ്ദേഹത്തെയും കുടുംബാംഗങ്ങളെയും പട്ടാളക്കാർ കൂട്ടക്കൊല ചെയ്തു. അങ്ങനെ അവിടെ വീണ്ടും പട്ടാള വിപ്ലവം അരങ്ങേറി. അങ്ങനെ രാഷ്ട്രപിതാവ് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കൾ മാത്രം വിദേശത്തായിരുന്നുകൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. ബാക്കി എല്ലാ കുടുംബാംഗങ്ങളും കൊല ചെയ്യപ്പെട്ടു. തുടർന്ന് വളരെ കാലത്തേക്ക് അവിടെ പട്ടാള ഭരണമായിരുന്നു. പിന്നീട് ആ ജനാധിപത്യം പുനഃസ്ഥാപിച്ചു. അതിനുശേഷവും അവിടെ ശാന്തിയുടെയോ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം ഒരിക്കലും ഉണ്ടായില്ല. മാത്രമല്ല അതിദാരിദ്ര്യം നടമാടിയ ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. ഈ സമീപകാലത്താണ് ആ രാജ്യത്ത് ജനാധിപത്യം വീണ്ടും വേരുപിടിച്ചത്. ഷെയ്ഖ് ഹസീന എന്ന താരതമ്യേന ശക്തിയായ കഴിവുറ്റ ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഈ രാജ്യം ആദ്യമായി, അതിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു സാമ്പത്തിക പുരോഗതിയിലേക്ക് നീങ്ങുകയും ചെയ്തു. അവിടുത്തെ കുടിൽ വ്യവസായങ്ങൾ മെച്ചപ്പെട്ടു. പിന്നെ വിദേശത്തു നിന്ന് ബംഗ്ലാദേശുകാർ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ അത് ഒരു പരിധിവരെ ആ രാജ്യത്തിൻ്റെ വികസനത്തിന് ഗുണകരമായി. പിന്നെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം സുശക്തമായിട്ടും ക്രമസമാധാനം സുശാന്തമായിട്ട് നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന അഭിവൃദ്ധി, ഇതെല്ലാം ബംഗ്ലാദേശിന് വലിയ വളരെ ഗുണകരമായിട്ട് ഭാവിച്ചു. പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിർലോഭമായ സഹായ സഹകരണം ഉണ്ടായിരുന്നു. ഏത് കാലത്തും ഇന്ത്യയുടെ ഒരു സംരക്ഷിത രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക മാത്രമല്ല, അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുന്നതിനും ഇന്ത്യ ഗവൺമെൻറ് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിനെ എതിർക്കുന്ന ഒരു വിഭാഗം അഞ്ചാം പത്തികളും ആ രാജ്യത്തുണ്ടായിരുന്നു. അതിപ്പോൾ ഷെയ്ഖ് ഹസീനെ എതിർക്കുന്നവരാണ്. ഇവർ പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധം പുലർത്തണം എന്ന ആഗ്രഹമുള്ളവരാണ്. ഇസ്ലാമിക തീവ്രവാദികളുടെ പിന്തുണയും ഈ ഗ്രൂപ്പിന് തന്നെയായിരുന്നു. അപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന മതേതര മൂല്യങ്ങളെ തകർക്കുക, അവാമി ലീഗിൻ്റെ ഭരണം അവസാനിപ്പിക്കുക, ഷെയ്ഖ് ഹസീനയെ സ്ഥാനഭ്രഷ്ടയാക്കുക എന്നുള്ളത് ഈ കുൽസിത ശക്തികളുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു. അതിൻ്റെ മുൻപന്തിയിൽ നിന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരായിരുന്നു. ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം. 1971 ഈ ബംഗ്ലാദേശീയവാദികളെയും അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളെയും കൂട്ടക്കൊല ചെയ്യുന്നതിന് പാകിസ്ഥാൻ പട്ടാളത്തിന് ചൂട്ടുപിടിച്ച ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. പാകിസ്ഥാൻ്റെ ജമാഅത്തെ ഇസ്ലാമി അവരാണ് അൽ ഷബാബ് എന്നൊക്കെ പേരുള്ള
ചില തീവ്ര സംഘടനകൾ ഉണ്ടാക്കി ഈ ഹിന്ദുക്കളെയും അതുപോലെ തന്നെ ബംഗ്ലാദേശീയവാദികളെയും കൂട്ടക്കൊല ചെയ്തു. അൽ ബദർ, അൽ ഷംസ് എന്നൊക്കെ പേരിട്ട ചില ഗുണ്ടാ സംഘങ്ങൾ രൂപീകരിച്ചു. അങ്ങനെയാണ് ഇവർ ഈ കൂട്ടക്കൊലകൾ നടത്തിയത്. അപ്പോൾ അന്ന് മുതൽക്ക് വെറുക്കപ്പെട്ടവരാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ. ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് കീഴിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ വിചാരണ ചെയ്ത് അവരെ വധശിക്ഷയ്ക്കോ അല്ലെങ്കിൽ ജീവോപര്യന്തം കഠിന തടവിനൊക്കെ ശിക്ഷിച്ചു. ഈ വിദ്യാർത്ഥികളെ മുൻനിർത്തിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം കലാപം ഉണ്ടാക്കിയത് ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ കലാപത്തിന് പിന്നിൽ നിന്ന് നേതൃത്വം കൊടുത്തത്. അമേരിക്കയുടെ സഹായം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ സഹായം ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഏതായാലും ഷെയ്ഖ് ഹസീന ജീവനും കൊണ്ട് ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ബംഗബന്ധു മുജീബുർ റഹ്മാനെ രാഷ്ട്രപിതാവ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ തല്ലി ഉടയ്ക്കുന്ന കാഴ്ചയും നമ്മൾ കാണേണ്ടതായിട്ട് വന്നു. വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജന്മഗൃഹം ഇപ്പോൾ ബംഗ്ലാദേശിലാണ്. ആ സ്ഥലം പോലും ആക്രമണത്തിന് വിധേയമായി. അവിടുത്തെ ന്യൂനപക്ഷ സമുദായക്കാർ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഭയചകിതരായിട്ടാണ് ജീവിക്കുന്നത്. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും അവരുടെ ജീവനും സ്വത്തിനും അപകടം നേരിടാം. ദുർഗാപൂജ പോലെയുള്ള വിശേഷ അവസരങ്ങളിൽ പോലും ഈ ഗുണ്ടകളുടെ വിളയാട്ടമാണ് ആ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് അരാജകത്വത്തിലേക്കും വീണ്ടും സാമ്പത്തികമായ അരക്ഷിതത്വത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനൊരു സമയത്ത് ഈ പട്ടിണിയിൽ നിന്നും സാമ്പത്തിക താഴ്ചയിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടുത്തെ ഭരണകൂടം ഷെയ്ഖ് ഹസീനെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുള്ളത്. ഏതൊരു പ്രതിയെ വിചാരണയാണെങ്കിലും ആ പ്രതിയെ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണ്ടേ, അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണ്ടേ. അത് കേൾക്കാതെ രാജ്യത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരാളെ അവരുടെ അസാന്നിധ്യത്തിൽ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പ്രഹസനം വേറെ എന്താ ഉള്ളത്. അപ്പോൾ നീതിന്യായ വ്യവസ്ഥയുടെ നീതിന്യായ നടപടികളുടെ നഗ്നമായ ലംഘനമാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ഈ മാധ്യമങ്ങളൊന്നും ഈ അതിക്രമത്തെ പറ്റി പറയുകയില്ല. ഏതൊരു പ്രതിയാണെങ്കിലും അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയിട്ട് വേണം വിചാരണ ചെയ്യാൻ. ഒരാളുടെ അസാന്നിധ്യത്തിൽ നടത്തുന്ന വിചാരണ എന്ന് പറയുന്നത് വെറും പ്രഹസനമാണ്, കാട്ടിക്കൂട്ടലാണ്, പൊറാട്ട് നാടകമാണ്. അങ്ങനെ ഒരു പ്രഹസനം നടത്തിയതിന് ശേഷം ഇവർ കുറ്റക്കാരിയാണെന്ന് കണ്ടു എന്ന് മാത്രമല്ല, ഈ വന്യവയോധികയായ രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിയെ അവരുടെ ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ ചെയ്ത കുറ്റങ്ങൾക്ക് തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശിൽ നിയമവാഴ്ച എന്തുമാത്രമുണ്ട്, ജനാധിപത്യം എന്തുമാത്രമുണ്ട്, അവിടുത്തെ സർക്കാരിന് ആരോടാണ് കൂറ്, എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതിലുപരിയായിട്ട് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഈ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണം എന്നാണ് ബംഗ്ലാദേശ് സർക്കാർ വളരെ ശക്തമായി ആവശ്യപ്പെടുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ലെന്ന് അവർക്കറിയാം, വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എന്നവർക്കറിയാം. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശിലെ ആളുകളെ സാന്ത്വനിപ്പിക്കാനും ഇന്ത്യയോട് അവരിൽ കുറച്ച് പേർക്കുള്ള വിരോധവും വിദ്വേഷവും കൂടുതൽ ആളിക്കത്തിക്കാനും വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പുറകിൽ ആരുടെ തിരക്കഥയാണ് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് യൂനസ് എന്ന് പറഞ്ഞ ഒരു യൂസ്ലെസ്സാണ് ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആളാണ്, പക്ഷേ ആൾ യൂസ്ലെസ്സാണ് എന്ന കാര്യം പുള്ളി ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഭരണത്തിന് മീതെ യാതൊരു നിയന്ത്രണവുമില്ല. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരായ മതമൗലികവാദികൾ, മതരാഷ്ട്രവാദികളാണ് രാജ്യം ഭരിക്കുന്നത്. അവർ ചാടിക്കളിയുടെ കുഞ്ചിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന ജോലി മാത്രമേ യൂനസിനുള്ളൂ. അയാൾ പറയുന്നു ഇന്ത്യ ഉടനെ തന്നെ ഷെയ്ഖ് ഹസീനയെ വിട്ടുതരണം എന്ന്. അയാൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല വിട്ടുതരില്ല എന്നുള്ളത്, എന്നാലും വെറുതെ ആവശ്യപ്പെടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? പാകിസ്ഥാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. പാകിസ്ഥാൻ മാത്രമല്ല, തുർക്കിയും ഇപ്പോൾ ബംഗ്ലാദേശിനെ സഹായിക്കാൻ സന്നദ്ധമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ താല്പര്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശിനെ നന്നാക്കുക എന്നുള്ളതല്ല, ബംഗ്ലാദേശിലെ തകർന്ന സമ്പദ് വ്യവസ്ഥയെ നേർവഴിക്ക് നടത്തുക എന്നുള്ളതല്ല. അങ്ങനെയൊന്നുള്ള യാതൊരു ഉദ്ദേശവും അവർക്കില്ല. അവർ ബംഗ്ലാദേശിനെ കൂടുതൽ അരാജകത്വത്തിലേക്ക് തള്ളിവിടുക, ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റ് ഭരണത്തിന് കൂടുതൽ ശക്തി പകരിക്കുക, അവിടുത്തെ സാധാരണക്കാരായ ന്യൂനപക്ഷ സമുദായക്കാരുടെ അവാമി ലീഗുകാരടക്കമുള്ള ജനാധിപത്യ വിശ്വാസികളുടെയും ജീവിതം ദുഷ്കരമാക്കുക, അവർക്ക് ബംഗ്ലാദേശിൽ തുടരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യക്ക് നേരെ മസിൽ പിടിച്ച് ഇന്ത്യക്കാരെ പേടിപ്പിക്കുക എന്ന വളരെ ചെറിയ ഒരു ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് വെച്ചോളൂ. ബംഗ്ലാദേശ് എത്ര മസിൽ പിടിച്ചാലും ഇന്ത്യ ഗവൺമെൻറ് പേടിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ എന്ന് വെച്ചാൽ വലിയ ഒരു ശക്തിയാണ്. ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ കരസേനയാണ് ഇന്ത്യയുടേത്. ഇന്ത്യയുടെ കരസേന വിചാരിച്ചാൽ വെറും 12 ദിവസം കൊണ്ടാണ് പാകിസ്ഥാൻ്റെ സുശക്തമായ ആർമിയെ പരാജയപ്പെടുത്തി ഈ ബംഗ്ലാദേശിന് ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്തത്. ഈ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കാൻ മാത്രമല്ല, ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉള്ള സ്വാതന്ത്ര്യം തിരിച്ചെടുക്കാനും
ഇന്ത്യയുടെ കരസേനയ്ക്കും നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും ശക്തിയുണ്ട്. ഈ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ കുറുനരി ലക്ഷം കൂടുകിലും ഒരു ചെറുപുലിയോട് ഫലിക്കില്ലേതും എന്നുള്ളതാണ് അവസ്ഥ. ഇവിടെ ചെറുപുലിയല്ല, വൻപുലി പോലുമല്ല, വലിയ വ്യാഘ്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിനെ മീശ പിരിച്ചോ മസിൽ പെരുപ്പിച്ചോ ഒന്ന് പേടിപ്പിക്കാം എന്ന് മുഹമ്മദ് യൂനസ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. അത് യൂനസിന് അറിയാൻ പാടായിട്ടൊന്നുമല്ല. പിന്നെ പുള്ളി ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ഓരോ കോപ്രായം കാണിക്കുന്നു, സ്വയം ഒരു കോമാളിയായിട്ട് അധപ്പതിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാരണവശാലും ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കില്ല. അതിന് വെച്ച വെള്ളം ബംഗ്ലാദേശുകാർ വാങ്ങി വെച്ചാൽ മതി, ആ പരിപ്പ് ഇവിടെ വേവുകയില്ല. നമ്മുടെ കേരളവർമ്മ കോളേജിലെ SFIക്കാർ പറഞ്ഞിട്ട് ഇവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ.